ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ, യേശുവിൻ്റെ നാമത്താൽ വിജയമുണ്ടല്ലോ എന്നാണ് പാട്ടുകാരൻ പാടിയത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്താലും യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ തിരുരക്തത്താലും യേശു ക്രിസ്തു കാൽവറിയിൽ നേടിയെടുത്ത വിജയത്താലും യേശുവിൻ്റെ വചനത്താലുമാണ് വിജയം കിട്ടുന്നത്. പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട കുഞ്ഞെ, ജയം കിട്ടാൻ വേണ്ടി നീ പലതും ചെയ്തു. നിന്റെ ജീവിതത്തിൽ പരാജയങ്ങളിന്മേൽ ജയം കിട്ടാൻ പലതും ചെയ്തു. ഈ അഴുക്ക് ചിന്തയൊന്ന് പോകണം, ഈ അഹങ്കാരം ഒന്ന് പോകണം. മറ്റുള്ളവരെ കുറിച്ചുള്ള നീരസങ്ങളും കയ്പുകളും മുൻവിധികളും മറ്റുള്ളവരോടുള്ള കയ്പുകളെല്ലാം ഒന്ന് മാറിക്കിട്ടണമെന്ന് ആഗ്രഹിച്ചു, പലതും ചെയ്തു, പക്ഷെ മാറിയില്ല. എല്ലാ സ്വന്തം ശക്തികളും താഴെ വെച്ചിട്ട്, കർത്താവേ എനിക്കത് കിട്ടിയേ പറ്റൂ, എനിക്കത് തന്നേ പറ്റൂ, ഞാൻ തരാതെ പിന്മാറുകയില്ല എന്നുള്ള ആ ഉറപ്പും നിർണയത്തോട് നാം വ്യക്തമായി പ്രാർത്ഥിച്ചാൽ യേശു നമുക്ക് തരും. മനുഷ്യർക്ക് അസാധ്യമാണ്. മനുഷ്യന് നമ്മുടെ ജീവിതത്തിൽ പാപം മാറ്റിത്തരാൻ കഴിയില്ല, ഒരു മനുഷ്യനും സാധിക്കുകയില്ല. നാം പരാജയപ്പെടുന്ന ഒരു പാപത്തിന്മേലും ജയം തരാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയുകയില്ല. പക്ഷേ പാപത്തിന്മേൽ ജയം വരിച്ച ഒരുവനുണ്ട്, യേശുക്രിസ്തു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കും വെപ്പിച്ച് ക്രൂശിലവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി യേശു. ആ യേശു നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, യേശു നമ്മുടെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, യേശു നമ്മുടെ ജീവിതത്തിൽ ആ പൈശാചികന്റെ ബന്ധനങ്ങൾ മാറ്റുന്ന ആ ഒരു പ്രവർത്തനം തുടങ്ങും. എങ്ങനെയാണ് ജയം കിട്ടുന്നത് പ്രിയരെ? നമ്മുടെ അധ്വാനം കണ്ടാണോ? അല്ല. കാൽവറിയിൽ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് പിശാചിന്റെ തല തകർത്ത് അവിടെ ജയോത്സവം കണ്ടാടി. ആ ജയത്തിൽ, കാൽവറിയിലെ ജയത്തിലേക്ക് നോക്കി നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് ആ ജയം അവകാശമായി കിട്ടുകയും നാം പരാജയപ്പെടുന്ന ഏത് ഭാവമാകട്ടെ, അത് അഴുക്കാകട്ടെ, അശുദ്ധിയാകട്ടെ, മദ്യപാനമാകട്ടെ, അഹങ്കാരമാകട്ടെ, ഉന്നത ഭാവമാകട്ടെ, സ്വയമാകട്ടെ, ഏത് ഭാവമാണെങ്കിലും അതിന്മേൽ ജയം കിട്ടുകയും തന്മൂലം നമുക്ക് നിത്യജീവന്റെ അവകാശം കർത്താവ് ദാനമായി തരികയും ചെയ്യുമെന്നാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്.